ലക്ഷദ്വീപിലെ കവരത്തിയിൽ സംഘർഷാവസ്ഥ. റോഡരികിലെ സ്വകാര്യ വ്യക്തികളുടെ തെങ്ങുകൾ അനുമതിയില്ലാതെ മുറിച്ചു നീക്കാനുള്ള നടപടിക്കെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തിന് പിന്നാലെ പോലീസും CRPFും മടങ്ങി. അനാവശ്യ നടപടിയെന്നും നഷ്ടപരിഹാരം പോലും നൽകുന്നില്ലെന്നും പ്രദേശവാസികളുടെ ആരോപണം. മുഹമ്മദ് സ്വാലി വിശദാംശങ്ങളുമായി. സ്വാലി, എന്താണ് ഈ കവരത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ തെങ്ങുകൾ, റോഡരികിലെ തെങ്ങുകൾ റോഡ് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ മുറിച്ചു നീക്കുന്നത്? അതിന് ഈ അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന വിശദീകരണം എന്താണ്? പ്രദേശവാസികളുടെ പ്രതികരണം എങ്ങനെയാണ്? ഈ റോഡരികിലെ തെങ്ങുകൾ വാഹനയാത്രക്കാർക്കടക്കം അപകടമുണ്ടാക്കുന്നു എന്ന കാരണം പറഞ്ഞാണ് ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മുറിച്ചു നീക്കാൻ ശ്രമിക്കുന്നത്. ഇത് സംബന്ധിച്ച് ലക്ഷദ്വീപ് നിവാസികൾക്ക് നേരത്തെ തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ നോട്ടീസ് നൽകുകയും ഇതനുസരിച്ച് 7 ദിവസത്തിനകം മുറിച്ചു നീക്കണം എന്ന ഉത്തരവ് നൽകുകയും ചെയ്തു. പക്ഷേ അത് ഇത്തരത്തിൽ മുറിച്ചു നീക്കാത്തവരുടെ തെങ്ങുകളാണ് ഇപ്പോൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ, റവന്യൂ വകുപ്പും അതോടൊപ്പം പോലീസും CRPFും ഉൾപ്പെടെ എത്തി മുറിച്ചു നീക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ ലക്ഷദ്വീപ് നിവാസികൾ പറയുന്നത് ഈ തെങ്ങുകൾ മുറിച്ചു നീക്കുന്നത് പ്രതികാര നടപടിയുടെ ഭാഗമായാണ് എന്നതാണ് അവർ പറയുന്ന ന്യായം. ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളുടെ ഭാഗമായുള്ള മുറിച്ചു നീക്കലിനോട് സഹകരിക്കില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ലക്ഷദ്വീപ് നിവാസികൾ അവിടെ പ്രതിഷേധിച്ചത്. ഇന്ന് രാവിലെ ഇത്തരത്തിൽ മുറിച്ചു നീക്കാൻ ശ്രമമുണ്ടായപ്പോൾ കവരത്തി ദ്വീപിൽ അത് തടയുകയാണ് ചെയ്തത്. NCP SP-യുടെ പ്രവർത്തകരാണ് പ്രധാനമായും എത്തിയത്. തുടർന്ന് നാട്ടുകാരും വലിയ തോതിൽ സംഘടിച്ചു. ഈ പോലീസിനും ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്കും ഈ തെങ്ങുകൾ മുറിച്ചു നീക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് രാവിലെ മടങ്ങിയ പോലീസും റവന്യൂ അധികൃതരും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും എത്തിയതോടെയാണ് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. CRPF ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീട് പോലീസും റവന്യൂ അധികൃതരും പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ സംഘർഷാവസ്ഥ മാറിയിട്ടുണ്ട് സൈഫുദ്ദീൻ. യെസ്, അവിടുത്തെ പ്രദേശവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പലതരം നയങ്ങൾ സമീപകാലത്തായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ തെങ്ങ് മുറിച്ച് മാറ്റുന്ന നടപടിയുമെന്ന് വിശദമായി അറിയണം. എന്തായാലും CRPFും പോലീസും നിലവിൽ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഈ തെങ്ങ് മുറിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഔദ്യോഗികമായൊരു വിശദീകരണം വന്നിട്ടില്ല.